السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. الحمد لله. വളരെ സന്തോഷത്തിൻ്റെയും അതിലുപരി പ്രതീക്ഷയുടെയും ഓർമ്മകളുടെയും ഒരു ഒത്തുകൂടലിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. നമ്മുടെ കൂടെ കർമ്മങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ മക്കത്തും മദീനയിലും ഉണ്ടായിരുന്ന, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തിരൂര് ഭാഗത്തുള്ള കുട്ടിക്ക എന്ന സഹോദരൻ, വാട്സാപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരു പ്രഭാഷണമോ ക്ലാസ്സോ അത് കേൾക്കാനൊന്നുമല്ല നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരസ്പരം കാണുകയും പരിചയം പുതുക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഇനി ഒരുപാട് ദിവസങ്ങളിലേക്ക് ആ ഓർമ്മ മനസ്സിൽ നിലനിൽക്കാൻ കാരണമാകുന്ന ഒരു ഒത്തുകൂടലായി മാറുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹജ്ജിൻ്റെ വേളയിൽ ഉണ്ടായ സൗഹൃദങ്ങളെക്കുറിച്ചും ബന്ധങ്ങളിലൂടെ ഉണ്ടായ അനുഭവങ്ങളും ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. എനിക്ക് തന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് പലതും ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഞാനും എൻ്റെ പിതാവും, ഞങ്ങളുടെ കൂടെ സ്ത്രീകൾ ഇല്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അരീക്കോട് നാസർ മാസ്റ്റർ, അവരുടെ ഭാര്യ, അതുപോലെ കുണ്ടോട്ടി അലവിക്കുട്ടി ഹാജി അവരുടെ ഭാര്യ, അരീക്കോട് തെരട്ടമ്മൽ അബ്ദു ഹാജി അവരുടെ ഭാര്യ, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാം സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മമാർ, ഭാര്യമാർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് പോലെ അവിടെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ ആവശ്യമായതെല്ലാം അവർ ചെയ്തു തരികയും വളരെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞുകൂടുകയും ചെയ്തു. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതിൽപ്പെട്ട നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന അരീക്കോട് തെരട്ടമ്മലിലെ അബ്ദു ഹാജി ചെറിയ ഒരു രോഗം കാരണം പ്രയാസത്തിലാണ്. ദുആ ചെയ്യാനും വേണ്ടി അവരുടെ മകൻ പ്രത്യേകം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മാന്യ സഹോദരന് നീ ശിഫ നൽകുക അല്ലാഹ്, കാമിലായ ശിഫ നൽകുക അല്ലാഹ്, ആജിലായ ശിഫ നൽകണം അല്ലാഹ്. അതുപോലെ ഞങ്ങളെ കൂട്ടത്തിൽ പലവിധ രോഗികളുണ്ട്, പലവിധ രോഗങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. നമുക്കൊക്കെ അല്ലാഹു തആല ആരോഗ്യത്തോടെ നല്ല നിലയിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. ഹജ്ജ് എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് നിബന്ധനകളും ഒത്തുകൂടി ഇനി അവിടെ എത്തിയാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പക്ഷേ കർമ്മങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ തുടക്കം മുതൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെ ആ ഒരു തൗഫീഖ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളിലാണെങ്കിലും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യം ആത്മാർത്ഥത ഉണ്ടായിരിക്കുക എന്നതാണ്. മഹാനായ ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം,
അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ വ അർവാഹുഹാ അൽ ഇഖ്ലാസ്. ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ പ്രത്യക്ഷത്തിലുള്ള ഫോട്ടോകളാണ്, രൂപങ്ങൾ മാത്രമാണ്. നമ്മുടെ നിസ്കാരം പ്രത്യക്ഷത്തിലുള്ള ഒരു ഫോട്ടോയാണ്. പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിൻ്റെ ശബ്ദങ്ങൾ, അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമയങ്ങൾ, നാം നൽകുന്ന ദാനധർമ്മങ്ങൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും പ്രവർത്തനങ്ങളൊക്കെ പ്രത്യക്ഷമായ കോലങ്ങളാണ്, രൂപങ്ങളാണ്. വ അർവാഹുഹ, അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥതയുള്ള അമലിന് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വിധേയമാക്കിയതായി കാണാൻ കഴിയും. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇഹ്യയിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഈ ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന് പറഞ്ഞ സംഭവം ഒരമൽ ചെയ്യുന്ന സമയത്ത് മാത്രം മതിയോ? ആ കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട ഇഖ്ലാസ് നമ്മിൽ നിലനിൽക്കേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ച കാണാൻ കഴിയും. ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ തുടക്കം മുതൽ അവസാനം വരെ ഇഖ്ലാസ് നമുക്കൊക്കെ ഉണ്ടായി. വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹി, അള്ളാഹുവിനും വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും വേണ്ടി, പ്രതിഫലത്തിനും വേണ്ടി നിങ്ങൾ ഹജ്ജ് ഉംറകൾ പൂർത്തിയാക്കി ചെയ്യുക എന്ന് വിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകമായി പറഞ്ഞതായി കാണാൻ പറ്റും. അവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം ഹജ്ജ് എന്നാണ്. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി പേരിൻ്റെ കൂടെ ഹാജി എന്ന് വരണം, ആളുകൾ ഹാജിയാരെന്ന് വിളിക്കണം. അതുപോലെയുള്ള ഭൗതികമായ താല്പര്യങ്ങൾ, ഇതിനെയെല്ലാം തടഞ്ഞു നിർത്തുന്ന, തടയിടുന്ന ഒരു പ്രയോഗമാണ് വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹി, അള്ളാഹുവിനും വേണ്ടിയായിരിക്കണം എന്നത്. മഹാന്മാർ ചർച്ച ചെയ്യുന്നു, ഏതൊരു അമലും ചെയ്യുന്ന സമയത്ത് മാത്രം മതിയോ ആത്മാർത്ഥത? അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആ ആത്മാർത്ഥത നിലനിൽക്കേണ്ടതുണ്ടോ, നിലനിർത്തേണ്ടതുണ്ടോ? ഉദാഹരണത്തിന് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുന്നത് വരെ നല്ല നിയ്യത്തായിരുന്നു, ലക്ഷ്യമായിരുന്നു. പക്ഷേ അതിന് ശേഷം പിന്നെ മനസ്സിലിങ്ങനെ തോന്നുക, ഞാനൊരു ഹജ്ജൊക്കെ ചെയ്ത ആളാണ്, എന്നെ ആളുകളൊക്കെ ഹജ്ജ് എന്ന് വിളിക്കുന്നുണ്ട്, ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് ഹജ്ജൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്ന രൂപത്തിൽ ഭൗതികമായ താല്പര്യങ്ങൾ കരുതിക്കൊണ്ട് അനാവശ്യമായ ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ പോലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അതിസാഹസികമായി നമ്മൾ ചെയ്ത അമലുകളുടെയൊക്കെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന സമയത്ത് മാത്രം ആ ഒരു ലക്ഷ്യം, ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ പോരാ. മരണം വരെ ആ ഒരു ആത്മാർത്ഥതയും ആ ഉദ്ദേശശുദ്ധിയും നമ്മെക്കൊണ്ട് നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ ചെറിയ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. കുറച്ച് ആളുകൾ ഒരു വീട്ടിലേക്ക് അതിഥികളായി ക്ഷണിക്കപ്പെട്ടു. ആ വീട്ടിലെ പ്രത്യേകമായ പ്രോഗ്രാമുകൾ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം വിളമ്പാനും വേണ്ടി അവിടെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആ സമയത്ത് ആ വീട്ടുകാരൻ അവിടെ നിന്ന് വിളിച്ചു പറയാണ്, നമ്മൾ കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുമ്പത്തെ വർഷം ഹജ്ജിന് പോയ സമയത്ത് കൊണ്ടുവന്ന ആ പാത്രത്തിൽ ഭക്ഷണം വിളമ്പണം. കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഹജ്ജിന് പോയ സമയത്ത് കൊണ്ടുവന്ന പാത്രത്തിൽ ഭക്ഷണം വിളമ്പണം എന്ന് ആ വീട്ടുകാരൻ ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മഹാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ ഹജ്ജിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഈ വാക്കിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്താ കാര്യം? ഞാൻ 2 പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് മറ്റുള്ള ആളുകളെ അറിയിക്കലാണ് ഇയാളെ ഈ സംസാരത്തിൻ്റെ ഒരു പൊരുൾ. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയിട്ടുണ്ട്, അതിന് മുമ്പൊരു പ്രാവശ്യവും ഹജ്ജിന് പോയിട്ടുണ്ട്. ഇങ്ങനെ ഹജ്ജിന് പോയിട്ടുണ്ട് എന്നുള്ള വിവരം മറ്റുള്ളവരെ അറിയിക്കലാണ് ഇയാളുടെ താല്പര്യം. അയാളുടെ ഹജ്ജിൻ്റെ ആ പ്രതിഫലം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു
എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മഹാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഹജ്ജിൻ്റെ ഉദ്ദേശ ശുദ്ധി, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണം. ആ ഉദ്ദേശശുദ്ധി മരണം വരെ നിലനിർത്താൻ നമ്മെക്കൊണ്ട് കഴിയണം. അല്ല എങ്കിൽ ചെയ്യുന്ന അമലുകളൊക്കെ നിഷ്ഫലമായി പോകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ റിയാഇനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം കാണാൻ കഴിയും. ആ അധ്യായത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു റിയാഇനും വേണ്ടി, പൊങ്ങച്ചത്തിനും വേണ്ടി, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, അമല് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഉപമിച്ചതായി കാണാൻ കഴിയും. അയാൾ ഏതുപോലെയാണ്? ഒരു മനുഷ്യൻ അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനും വേണ്ടി പോവുകയാണ്. ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു കീസുണ്ട്, ഒരു സഞ്ചിയുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പം ഈ സഞ്ചി നിറഞ്ഞിങ്ങനെ തുളുമ്പി നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. കാണുന്ന ആളുകൾക്കൊക്കെ ഈ സഞ്ചി നിറയെ നാണയങ്ങളാണ്. നാണയങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സഞ്ചിയുമായിട്ടാണ് ഈ മനുഷ്യൻ മാർക്കറ്റിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ സഞ്ചിയിൽ നാണയങ്ങളല്ല, ചരക്കല്ലുകളാണ്, കല്ലുകളാണ് ഈ സഞ്ചിയിൽ ഉള്ളത്. പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ സഞ്ചി നിറയെ നാണയങ്ങളാണ്. ഈ സഞ്ചിയിലുള്ള നാണയങ്ങൾ ഉപയോഗിച്ച് ഇയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ ആ സഞ്ചിയിൽ ഉള്ളത് ചരക്കല്ലുകളാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ സഞ്ചിയിലുള്ള ചരക്കല്ലുമായി ഇയാൾ മാർക്കറ്റിലേക്ക് പോയാൽ ഇയാൾക്ക് ആവശ്യമായി എന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ? ഇല്ല എന്നതാണ്. ഇതുപോലെ പ്രത്യക്ഷത്തിൽ അമലുകളിലൊക്കെ വളരെ സജീവമാണ്. നിസ്കാരത്തിൽ വളരെ കൃത്യനിഷ്ഠയാണ്. ഖുർആൻ പാരായണത്തിലും കണിശതയാണ്. ദാനധർമ്മങ്ങളിലും കണിശതയാണ്. അമലുകളിലൊക്കെ പ്രത്യക്ഷത്തിൽ കൃത്യനിഷ്ഠയും താല്പര്യവും കാണിക്കലോടുകൂടെ തന്നെ ആ ചെയ്യുന്ന അമലിൽ ഉണ്ടാകേണ്ട ഉദ്ദേശ ശുദ്ധി ഇത് ഇല്ല എങ്കിൽ ചെയ്യപ്പെടുന്ന അമലുകൾ മുഴുവനും നിഷ്ഫലമായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ സഞ്ചിയുമായി, ഈ ചരക്കല്ല് നിറച്ച സഞ്ചിയുമായി മാർക്കറ്റിലേക്ക് പോകുന്ന മനുഷ്യനെ പോലെ ആയിരിക്കും ഇവൻ്റെ അവസ്ഥ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുകയല്ല. ഹജ്ജിൻ്റെ വേളയിൽ സേവനത്തിൻ്റെ, ഖിദ്മയുടെ മനസ്സായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ റൂമിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, നമ്മുടെ ബിൽഡിങ്ങിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അതൊരു പക്ഷേ നമ്മുടെ നേരത്തെ പരിചയമുള്ള ആളുകൾ തന്നെയാകും, നമ്മുടെ നാട്ടുകാരാകും, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളായിരിക്കും. പക്ഷേ അവിടെ വെച്ചുകൊണ്ട് പരമാവധി സേവനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു മനസ്സായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഓർക്കുകയാണ്, എൻ്റെ നാട്ടുകാരനായ ഖാദിർ ഹാജി, അദ്ദേഹത്തിൻ്റെ വയസ്സും പ്രായമൊക്കെ മറന്നിട്ട് മദീനയിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ ആ പെട്ടി തോളിലേറ്റിക്കൊണ്ട് 6-ാം നിലയുടെ മുകളിലേക്ക് കയറി വരുന്ന കാഴ്ച ഇപ്പോഴും മനസ്സിലിങ്ങനെ കാണുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാജിയെ മിനയിൽ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടപ്പം കാണാതായ സമയത്ത് ചെറുപ്പക്കാരായ ഞങ്ങളെക്കാളൊക്കെ വളരെ ആവേശത്തോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ ഓരോ ടെൻറ്റുകളിലും കയറി ഇറങ്ങി വളരെ ആവേശത്തോടുകൂടെ അന്വേഷണം നടത്തുകയും അതിൻ്റെ ഒക്കെ പുറമെ ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ആ ഒരു മനസ്സ് നമ്മളൊക്കെ ആ രൂപത്തിൽ തന്നെയായിരുന്നു. ഞാൻ അനുഭവിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു മനസ്സ് ഹജ്ജിലൂടെ, ഹജ്ജിൻ്റെ ആ ഒരു സമയത്ത്, ആ ഒരു വേളയിൽ നമുക്കുണ്ടായിരുന്ന ആ മനസ്സ് ജീവിതകാലം മുഴുവനും നിലനിർത്താൻ നമ്മെക്കൊണ്ട് കഴിയണം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടുകാരോട്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, മാതാപിതാക്കളോട്, ഭാര്യമാരോട്, മക്കളോട്, അയൽവാസികളോട്, അന്യമതസ്ഥരായ ആളുകളോട് പോലും എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, ഇടപഴകേണ്ടത്, കൃത്യമായ നിയമങ്ങൾ നമ്മുടെ മതത്തിന് ഉണ്ട് എന്നതാണ്. ആ നിയമങ്ങൾ അനുസരിച്ച് പാലിച്ചൊരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ
ഒരു സംഘർഷങ്ങളും ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും കുടുംബത്തിലോ നാട്ടിലോ സാമൂഹികമായോ ഒരു മേഖലകളിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ്. സേവനത്തിൻ്റെ മനസ്സ് എന്നത്, മറ്റുള്ളവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നത് ചെറിയ ഒരു കാര്യം അല്ല. നമ്മളൊക്കെ ഉദ്ദേശിച്ചതിലേറെ പ്രതിഫലം കിട്ടുന്ന വലിയ സ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൻ്റെ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. മഹാനായ ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. സേവനം ചെയ്താൽ നിർബന്ധമായ ഹജ്ജ് കഴിഞ്ഞ് സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിലേറെ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ സംഭവത്തിലൂടെ പറയാൻ പോകുന്നത്. ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹം പറയുന്നു, മഹാനവറുകളെ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാനും വേണ്ടി ഒരുങ്ങുന്നുണ്ട്, തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ പറഞ്ഞു തരണം, ചെയ്തു തരണം. പ്രധാനപ്പെട്ട യാത്രക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉസ്താദുമാരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ സമീപിക്കാറുണ്ട്. അവരിൽ നിന്ന് ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പ്രായമായ ആളുകളോട് നമ്മൾ യാത്ര പറയാറുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളെ നമ്മൾ സമീപിക്കാറുണ്ട്. ഇതുപോലെ ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ വന്ന് പറയുന്നത്, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാനും വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഹജ്ജിൻ്റെ നിബന്ധനകളിൽപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. ഒരാൾ ഹജ്ജിനും വേണ്ടി ഒരുങ്ങണ സമയത്ത് ആദ്യമായി ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ആളുകളുമായി മുശാവറ നടത്തണം എന്നതാണ്. നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളോട് വിഷയം പറഞ്ഞിട്ട് അവരോടൊന്ന് അഭിപ്രായം തേടുക, അവരിൽ നിന്ന് ഒരു ആശീർവാദം വാങ്ങുക എന്നത് ഹജ്ജിനും വേണ്ടി പുറപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ആദാബുകളിൽപ്പെട്ട, മര്യാദകളിൽപ്പെട്ട ഒന്നായി ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും. ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഹജ്ജിനും വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്, എന്നെ ഒന്ന് ഉപദേശിക്കണം. ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങളെ ഹജ്ജ് യാത്ര കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ പൊരുത്തമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല, കഅബാലയവും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്ന് ആളുകൾ എന്നെ ഹജ്ജ് എന്ന് വിളിക്കണം, ഇതാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചോദ്യം കേട്ട സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, അർജു റിളല്ലാഹി. ഇവിടെ മുന്നിലൊരു സീറ്റ് ഒഴിവുണ്ട് കേട്ടോ. ഇവിടെ മുന്നിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള ഒഴിവുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളെ ഹജ്ജ് യാത്രക്ക് എത്ര സാമ്പത്തികമായ ചെലവ് വരും? ഈ മനുഷ്യൻ പറഞ്ഞു, 2000 ദിർഹം ചെലവ് വരും. ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ പൊരുത്താണല്ലോ നിങ്ങൾ ഹജ്ജ് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വീട്ടിലിരുന്നു കൊണ്ട് മക്കയിലേക്ക് പോകാതെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും തരണം ചെയ്യാതെ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് മഹാനവറുകൾ ഈ മനുഷ്യനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഹജ്ജ് യാത്രക്കും വേണ്ടി നിങ്ങൾ കരുതി വെച്ച 2000 ദിർഹം ഉണ്ടല്ലോ, അത് നിങ്ങൾ 10 ഓഹരികളായി ഭാഗിക്കുക. അതിൽ നിന്ന് ഒരു വിഹിതം നിങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകളുണ്ടാകും, അവർക്ക് നൽകുക. രണ്ടാമത്തെ ഒരു വിഹിതം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ചികിത്സിക്കാനും മരുന്ന് വാങ്ങാനൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും, അവർക്ക് നിങ്ങൾ കൊടുക്കുക. മൂന്നാമത്തെ ഒരു വിഹിതം വീട് പണി നിർമ്മിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും, അവർക്ക് നിങ്ങൾ നൽകുക. നാലാമത്തെ ഒരു വിഹിതം യതീമുകൾക്ക് നിങ്ങൾ നൽകുക. അഞ്ചാമത്തെ ഒരു വിഹിതം വിധവകളായ സ്ത്രീകളുണ്ടാകും, ചെലവിനും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്നവർ, അവർക്ക് നൽകുക. ഇങ്ങനെ 10 വിഭാഗത്തിനെ ബിസ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്.
ഹജ്ജിനും വേണ്ടി നിങ്ങൾ കരുതി വെച്ച 2000 ദിർഹം ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ നൽകുക. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം, ഹജ്ജ് ഉംറ എന്നതൊക്കെ ആയുസ്സിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണല്ലോ നിർബന്ധമാകുക. അതിനുശേഷം ചെയ്യപ്പെടുന്നതൊക്കെ പിന്നെ സുന്നത്തായ ഹജ്ജുകളും സുന്നത്തായ ഉംറകളുമാണ്. ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം, ചായ വിതരണവും കൂടിയൊക്കെ അതിനിടെ കൂടെ നടക്കണം ഇൻഷാ അല്ലാഹ്. നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം സുന്നത്തായ 100 ഹജ്ജ് ചെയ്യുന്നതിലേറെ, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, മഹാനവറുകൾ പറയുന്നു, നിർബന്ധമായ ഒരു ഹജ്ജിന് ശേഷം സുന്നത്തായ 100 ഹജ്ജ് ചെയ്യുന്നതിലേറെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കുക എന്നത്. പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ദുരിതം, ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കുക എന്നത് നിർബന്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം 100 സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിലേറെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഹജ്ജിലൂടെ, ഹജ്ജിൻ്റെ ദിനരാത്രികളിലൂടെ നമുക്കൊക്കെ ഉണ്ടായ ആ ഒരു സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനസ്സ് മരണം വരെ നമ്മെക്കൊണ്ട് നിലനിർത്താൻ കഴിയണം. അതിലൂടെ മരണശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് എന്തായാലും വലിയ ഫലവും പ്രതിഫലവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അത് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ചില നന്മകൾ അങ്ങനെയുണ്ട്. ആ നന്മകൾ ചെയ്താൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ ഒരു സാഹചര്യത്തിൽ ചോദിക്കപ്പെടുകയുണ്ടായി, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ഇദ്ഖാലു സുറൂരി ഫി ഖൽബിൽ മുഅ്മിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷത്തിനെ സന്നിവേശിപ്പിക്കുക, ഒരു മനുഷ്യൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് കർമ്മങ്ങളിൽ വെച്ച്, പുണ്യകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടിയായി പറയാൻ. ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനും കൂടെയാണ്. ഈ ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. വിലാപത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, സങ്കടത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ആ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടുത്തെ വിഷയം, വിഷമം എന്താണെന്ന് അന്വേഷിച്ചറിയുകയാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് ആ വീട്ടിൽ വിധവയായ ഒരു സ്ത്രീയും യതീമുകളായ കുറച്ച് മക്കളും ഉണ്ട്. ചെറിയ കുട്ടികളുടെ കരച്ചിലിൻ്റെ ശബ്ദമാണ് ആ വീടിൻ്റെ അകത്തളത്തിൽ നിന്ന് മഹാനവറുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു കാര്യം അന്വേഷിക്കുകയാണ്. വിധവയായ ആ സഹോദരി മഹാനവറുകളുടെ മുന്നിലേക്ക് വന്നിട്ട് പ്രയാസം പറയാൻ, 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മക്കൾ ഭക്ഷണം കിട്ടാതെ കരയാണ്, അവർക്ക് നൽകാൻ ഒന്നും ഇവിടെ ഇല്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലെ ഉമ്മയും കരയാൻ തുടങ്ങി, മക്കളും കൂട്ടക്കരച്ചിലായി. ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഒരാഴ്ചത്തേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ഒരു ചാക്കിൽ കെട്ടി നിറച്ചിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ വീട്ടുകാരെ സന്തോഷിപ്പിക്കുകയാണ്. മഹാനവറുകൾ പറയുന്നുണ്ട്, ആ ഭക്ഷ്യവസ്തുക്കളൊക്കെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ചെറിയ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ദ്വാരന്നു തന്നു. ഹഫിളക്കല്ലാഹു കമാ ഹഫിൽതനാ, ഹഫിളക്കല്ലാഹു മിൻ ഹരി നാരി ദുനിയാ വൽ ആഖിറ കമാ ഹഫിൽതനാ. ഓ മഹാനവറുകളെ, നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചതുപോലെ
ഞങ്ങളെ സഹായിച്ചതുപോലെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും തീയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഈ ചെറിയ പെൺകുട്ടിയുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയതുപോലെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും തീയിൽ നിന്ന് അള്ള നിങ്ങളെ കാക്കട്ടെ എന്നുള്ള ദുആ. ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും, മഹാനവറുകളുടെ ശരീരത്തിന് പൊള്ളലേൽക്കാറുണ്ടായിരുന്നില്ല. ശരീരത്തിൻ്റെ അവയവങ്ങൾ തീയിൽ സ്പർശിച്ചാലും ചൂട് തട്ടിയാലും ആ അവയവങ്ങൾക്ക് പൊള്ളൽ ഏൽക്കാറുണ്ടായിരുന്നില്ല. മഹാനവറുകൾ പറയുന്നത് ആ പെൺകുട്ടിയുടെ പ്രാർത്ഥനയാണ് എന്നാണ്. ആ പെൺകുട്ടിയുടെ, ആ വീട്ടുകാരുടെ മനസ്സ് സന്തോഷിപ്പിച്ച സമയത്ത് ആത്മാർത്ഥമായി അവരിൽ നിന്ന് കിട്ടിയ ആ പ്രാർത്ഥനയുടെ ഫലമായി മഹാനവറുകൾക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അത് അനുഭവിക്കാൻ കഴിഞ്ഞു. തീയിലേക്ക് കൈ വെച്ചു കൊടുത്താലും ആ കയ്യിന് തീ ഏൽക്കുകയില്ല, പൊള്ളലേൽക്കുകയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, സേവനത്തിൻ്റെ മനസ്സ് എന്നത്, സേവന പ്രവർത്തനങ്ങൾ എന്നത് വിശുദ്ധമായ ഇസ്ലാമിൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ സ്വന്തമായി സ്വകാര്യമായി ചെയ്യുന്ന പല കർമ്മങ്ങളെക്കാളും ഇബാദത്തുകളെക്കാളും പാരത്രിക ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്തു വെച്ച എന്തെങ്കിലും ആയിരിക്കും. സ്വന്തത്തിനും വേണ്ടി ചെലവഴിച്ച സമയത്തിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച സമയം കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മനസ്സ് മരണം വരെ നമ്മളിലൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ പ്രാവശ്യം ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാകും, പല പ്രാവശ്യങ്ങളിലായി ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാകും. ഇനി വരും വർഷങ്ങളിൽ വീണ്ടും വീണ്ടും ഹജ്ജിനും ഉംറക്കൊക്കെ അവസരങ്ങൾ അള്ളാഹുവിൻ്റെ ഖളായിൽ രേഖപ്പെടുത്തപ്പെട്ട ആളുകൾ ഉണ്ടാകും. ഏതായിരുന്നാലും ഇനി നമുക്ക് മക്കയിലേക്ക് പോയി ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടിയാലും ഇല്ല എങ്കിലും നാട്ടിൽ താമസിക്കുന്നവരായിരിക്കെ തന്നെ ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള പല കർമ്മങ്ങളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നതായി കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്ന ഉദ്ധരിച്ച ഒരു കർമ്മമാണ് ഒന്നാമത്തത്. സ്വഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, പണ്ഡിത ലോകത്തിൻ്റെ ഏകകണ്ഠമായ തീരുമാനമാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലോകത്തിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, പാവപ്പെട്ട ദരിദ്രരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, നബിയെ, സമ്പന്നരായ ആളുകൾ ഉന്നതമായ ദറജ കൊണ്ടുപോയി. ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു. പക്ഷേ കൂടുതലായി പ്രത്യേകമായി കൊണ്ട് വലഹും ഫളു അംവാലിൻ യഹുജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, ഇങ്ങനെ ഇബാദത്തുകളൊക്കെ അവരും ചെയ്യുന്നു. അതിൻ്റെ പുറമെ അവർക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമ്പത്ത് കൊണ്ട് അവർ സ്വതക്ക ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു. ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം ഇല്ലല്ലോ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാവപ്പെട്ട ദുർബലരായ ദരിദ്രരായ ഒരു കൂട്ടം സ്വഹാബത്ത് വന്നുകൊണ്ട് പരാതി പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പരിഹാരമായി നിർദ്ദേശിച്ചു കൊടുത്ത ഒരു കാര്യമുണ്ട്. ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന് സമാനമായ പ്രതിഫലം കിട്ടുന്ന കാര്യം, ദാനധർമ്മങ്ങൾ നടത്താതെ ദാനധർമ്മങ്ങൾ നടത്തിയതിന് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലാ ഉഹദ്ദിസുക്കും ബിമാ ലൗ അഖദ്തും ബിഹി ലഹിഖ്തും മൻ സബഖക്കും
എന്ന് തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സമ്പന്നരായ ആളുകൾ ദാനധർമ്മം ചെയ്യുന്നതിലേറെ, ഹജ്ജ് ചെയ്യുന്നതിലേറെ, ഉംറ ചെയ്യുന്നതിലേറെ, അല്ലെങ്കിൽ അതിന് സമാനമായ തരത്തിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്താ? തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലുക, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലുക, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ ചൊല്ലുക. എന്നാൽ നിങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും, ഉംറയുടെ പ്രതിഫലം ലഭിക്കും, സമ്പന്നരായ ആളുകൾ സ്വതക്ക ചെയ്തതിന് സമാനമായ പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന ഹാജിമാരോട്, നല്ല മനസ്കരായ ഹജ്ജുമ്മ സഹോദരിമാരോട്, ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം ഇത് നമ്മൾ എന്നും പതിവാക്കണം. അതിനുശേഷം മതി നമ്മുടെ മറ്റുള്ള ഔറാദുകളൊക്കെ. ചില ആളുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെയും മറ്റുമൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടെ പഠിപ്പിച്ചു തന്ന ദിക്റുകളും ഒന്നും ചൊല്ലാതെ മറ്റേതെങ്കിലൊക്കെ ദിക്റുകളുമായി സ്വഹലായി പോകുന്ന ആളുകളുണ്ട്. അതൊരു ശരിയായ രൂപവും രീതിയും അല്ല. നമ്മളിതിൽ മുൻഗണന കൊടുക്കേണ്ടത് ഇപ്പോൾ ഫർള് നിസ്കാരാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റും നമ്മോട് നിർദ്ദേശിച്ച ദിക്റുകളും ഔറാദുകൾക്കുമാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. രണ്ടാമതായി ഹജ്ജിന് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യം ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്ശംസു, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു, എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി കൊണ്ട് അയാൾ സമയം ചെലവഴിച്ചു. ദിക്ർ എന്ന് പറഞ്ഞാൽ ഏത് ദിക്റും ആകാം. ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ഇൽമു പഠിക്കലും പഠിപ്പിക്കലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദിക്റാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. അപ്പൊ സുബ്ഹി നിസ്കാരം ഒരാൾ ജമാഅത്തായി നിർവഹിച്ചു, അത് പള്ളിയിൽ വെച്ചാകാം, വീട്ടിൽ വെച്ചാകാം. അനുയോജ്യമായത് അഫ്ളലായത് പള്ളിയാണെന്ന് നമുക്കൊക്കെ അറിയല്ലോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും അതിനുശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി സമയം ചെലവഴിക്കുകയും സുമ്മ സ്വല്ലാ റക്അത്തൈൻ, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. അത് ളുഹാ നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുതൽക്കാണല്ലോ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുക. ഇങ്ങനെ ഒരാൾ ചെയ്താൽ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചു, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലായി ചെലവഴിച്ചു. അപ്പോൾ സഹോദരിമാരെ മനസ്സിലാക്കുന്നുണ്ടാവും, ആ സമയത്ത് നമ്മൾ അടുക്കളയിൽ ഭയങ്കര തിരക്ക് പിടിച്ച് ജോലി ചെയ്യണ സമയമാണല്ലോ എന്ന്. നമ്മളൊന്ന് സമയത്തിലൊക്കെ ഒരു ക്രമീകരണം വരുത്തുകയാണെങ്കിൽ, ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്കും ഇതിലൊക്കെ പങ്കുകാരായി മാറാൻ കഴിയും എന്നതാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന വീട്ടുജോലികൾ അവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ആ ഒരു ഭാഗ്യം അവർക്ക് മാത്രമാണ് കിട്ടിയത്. ഒരു ദിവസം എത്ര ആളുകൾക്കാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്? അതിങ്ങനെ നമ്മൾ എണ്ണി നോക്കിയാൽ ഇപ്പോൾ ഒരു 8 ആളുകളുള്ള ഒരു കുടുംബമാണെങ്കിൽ, വീടാണെങ്കിൽ രാവിലെ 8 ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു, ഉച്ചൻ്റെ മുമ്പ് വീണ്ടും 8, 16ആയി, ഉച്ചക്ക് വീണ്ടും 8, 24ആയി, വൈകുന്നേരം ഇങ്ങനെ തുടങ്ങി ഒരു 10-50 ആളുകൾക്ക്, ഒരേ ആളുകൾക്കാണെങ്കിൽ പോലും 10-50 പ്രാവശ്യം ഭക്ഷണം കൊടുക്കുക എന്നുള്ള വലിയ നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയ ആളുകളാണ് സ്ത്രീ സമൂഹം, സഹോദരിമാർ എന്നത്. അത് നമ്മൾ നല്ല നിയ്യത്തോടു കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. പണ്ടാറടക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയണില്ലെങ്കിലും പിന്നെ മനസ്സുകൊണ്ട് അത്തരത്തിലുള്ള വെറുപ്പോടുകൂടെ, താല്പര്യക്കുറവോടുകൂടെ നമ്മൾ എത്ര ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കർമ്മത്തിൻ്റെയും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് അൽ ഇഖ്ലാസ്, ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്ത്രീകൾ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന, മക്കളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും
വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ഭർത്താക്കന്മാരുടെ ഡ്രസ്സുകൾ അലക്കിക്കൊടുക്കുന്നത്, അലക്കിക്കൊടുക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യത ഒന്നും അല്ല. പക്ഷേ നല്ല കൂട്ടുജീവിതമാകുമ്പോൾ അങ്ങനെയാണല്ലോ, പരസ്പര സഹകരണത്തിലൂടെയാണല്ലോ. ആ വസ്ത്രം അലക്കിക്കൊടുക്കുന്നതിന് പോലും വലിയ പ്രതിഫലമാണ് വിശുദ്ധമായ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മക്കളെ കുളിപ്പിക്കുന്നത്, മക്കൾക്ക് വസ്ത്രം മാറ്റിക്കൊടുക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പഠന കേന്ദ്രങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുന്നത്, ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കുന്നത്, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം അടിച്ചു വാരുന്ന കാര്യങ്ങൾക്ക് വരെ നല്ല നീയത്തോടുകൂടെ ആകുമ്പം അള്ളാഹുവിൽ നിന്ന് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു തആല അത്തരത്തിലുള്ള നല്ല മനസ്സ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചു, ഉദയം വരെ ദിക്റിലായി ഇരുന്നു, എന്നിട്ടൊരു 2 റക്അത്ത് നിസ്കരിച്ചു, എന്നാൽ അവന് കിട്ടാൻ പോകുന്ന കൂലി എന്താ? കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ. ആവർത്തിച്ച് അടിവരയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പരിപൂർണമായ കുറ്റമറ്റ ഹജ്ജ് ചെയ്തവനെ പോലെയാണവൻ, കുറ്റമറ്റ ഉംറ നിർവഹിച്ചവനെ പോലെയാണവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി എടുത്തു പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം നീണ്ടുപോകുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച ആളുകളൊക്കെ വളരെ ഊന്നിക്കൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലുമായി ബന്ധപ്പെട്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് ഒരാൾ വരുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, നബിയെ, എനിക്ക് ധർമ്മസമരം ചെയ്യാൻ, ജിഹാദ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിയൂല, എൻ്റെ സാഹചര്യം അതിന് അനുകൂലമല്ല, പക്ഷെ എനിക്ക് ജിഹാദ് ചെയ്യാൻ താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നു, ഹൽ ബഖിയ മിൻ വാലിദൈക അഹദുൻ, മാതാപിതാക്കളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഹയാത്തിലുണ്ടോ, ജീവിച്ചിരിക്കുന്നവരുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഉമ്മി, എൻ്റെ മാതാവ് ജീവിച്ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മാതാവിന് സേവനം ചെയ്തുകൊണ്ട്, ഗുണം ചെയ്തുകൊണ്ട്, ആ മാതാവിൻ്റെ മനസ്സ് സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ഫഇന്നക ഇദാ ഫഅൽത ദാലിക ഫഅൻത ഹാജ്ജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല നിയ്യത്തോടുകൂടെ, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഉമ്മാക്ക് ഖിദ്മ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, ഫഅൻത ഹാജ്ജുൻ, നിങ്ങൾ ഹാജിയാണ്, വമുഅ്തമിറുൻ, ഉംറ നിർവഹിച്ച ആളാണ്, വമുജാഹിദുൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തിയ ആളാണ് നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി അവിടെ ആ മനുഷ്യന് ഉപദേശമായി നൽകുകയാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നത്, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഹജ്ജിന് സമാനമായ, ഉംറയ്ക്ക് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നത്. മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളുടെ നേതാവാണ്. മഹാനവറുകൾ പറഞ്ഞതായി കാണാം, മസിയുക ഫീ ഹാജത്തി അഖീകൽ മുസ്ലിം ഖൈറുൽ ലക മിൻ ഹജ്ജത്തിൻ ബഅദ ഹജ്ജത്തിൻ. നിന്റെ സഹോദരന്റെ ഒരു കാര്യത്തിനും വേണ്ടി നീ നടക്കുന്ന നടത്തം, നീ എടുത്തു വെക്കുന്ന ഓരോ കാൽപാദങ്ങൾ, ഖൈറുൽ ലക, അത് നിനക്ക് എത്രയോ ഉത്തമമാണ്, മിൻ ഹജ്ജത്തിൻ ബഅദ ഹജ്ജത്തിൻ, നിർബന്ധമായ ഹജ്ജിന് ശേഷം സുന്നത്തായ ഹജ്ജ് നീ ചെയ്യുന്നതിലേറെ നിനക്ക് പ്രതിഫലം കിട്ടുന്നത് നിന്റെ സഹോദരന്റെ ആവശ്യത്തിനും വേണ്ടി നീ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിനു വേണ്ടി നീ സഹിക്കുന്ന ത്യാഗങ്ങളാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പറഞ്ഞതായി കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് പറയാനുണ്ട്. സാഹചര്യവും സമയമൊക്കെ നമ്മൾ പരിഗണിക്കണമല്ലോ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല ഒരവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നമുക്കൊക്കെ തഖ്വ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, തഖ്വ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പറയാനും ദ്വാരക്കാനൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് തഖ്വ എന്നത്. ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹിഹി. തഖ്വയുടെ 2 വശങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് അതിൻ്റെ ഒരു വശമാണ്. രണ്ടാമത്തേത് വജ്തിനാബു നവാഹിഹി, അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു മനുഷ്യനെ കുറിച്ച് മുത്തഖി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് പൊതുവെ നമ്മൾ കാണുന്ന അവസ്ഥ എന്താ, കാഴ്ച എന്താ? കർമ്മങ്ങളിലൊക്കെ വളരെ സജീവാണ്, കർമ്മങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠയാണ്. എന്നാൽ തഖ്വന്റെ 2ാമത്തെ ഭാഗമാകുന്ന ഇജ്തിനാബു നവാഹിഹി, തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ള തഖ്വന്റെ 2ാമത്തെ വശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രം ഒരു മനുഷ്യനെ കുറിച്ച് മുത്തഖി എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ അവസ്ഥ എന്താ? കർമ്മങ്ങൾ ചെയ്യുന്നു, അതിലേറെ തിന്മകളും ചെയ്യുന്നു. ഈ പറയുന്ന ഞാനടക്കം ഒരു 10 നന്മ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി 100 തിന്മ അപ്പുറത്ത് നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ടാകും. അതിൽ പ്രധാനമായും പങ്കുവഹിക്കുന്നത് നമ്മുടെ നാവുകളാണ്. നാവിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞാൽ അവന് ഞാൻ സ്വർഗമിതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്തിനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅഖദ ലിസാനഹു, നാവ് ഇങ്ങനെ പിടിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. എന്നിട്ട് പറഞ്ഞു, ഹാദാ, ഇതിനെയാണ് നീ ഭയപ്പെടേണ്ടത്, ഇതിനെയാണ് നീ പേടിക്കേണ്ടത്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതിലും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിലും ഈ സാധനത്തിന് വലിയ പങ്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മറ്റു അവയവങ്ങളെ പോലൊന്നും അല്ല നാവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ഒരു ഭദ്രത ഉണ്ട്, ഒരു കെട്ടുറപ്പുണ്ട്. 2 മതിലുകൾക്കുള്ളിലായിട്ടാണ് നാവിനെ അല്ലാഹു തആല പടച്ചത്. ചുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാളും ഉറപ്പുള്ള പല്ലുകൾ, അതിൻ്റെയും ഉള്ളിലാണ് നാവിനെ അല്ലാഹു തആല സംവിധാനിച്ചത് തന്നെ. ഈ സൃഷ്ടിപ്പ് തന്നെ എന്താ സൂചിപ്പിക്കുന്നത്? ഇതെല്ലാ സമയത്തും ഇങ്ങനെ പുറത്തെടുക്കേണ്ട സാധനമല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന സൂചനയാണ് നാവിൻ്റെ സൃഷ്ടിപ്പ് തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും തെറ്റുകളിൽ നിന്നുള്ള ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വകാര്യ ജീവിതം നന്നായി നല്ല രൂപത്തിൽ മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യനെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. അയാൾ കർമ്മങ്ങളിലും ഇബാദത്തുകളിലൊക്കെ വലിയ കണിശത പുലർത്തി ജീവിച്ച ആളാണ്. കുന്നുപോലെ, തിഹാമ പർവ്വതം പോലെ എന്നാണ് ഹദീസിലുള്ളത്. തിഹാമ പർവ്വതം പോലെ കുന്നുകൂടി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, അതിന് മാത്രം നന്മകളുടെ കൂമ്പാരങ്ങളുമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇയാളുടെ നന്മകളുടെ കൂമ്പാരം കണ്ടാൽ ഒരു സംശയവുമില്ല, ഇയാൾ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളാണ്, ഇയാൾ സ്വർഗാവകാശിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫജഅലഹുല്ലാഹു ഹബാഅൻ മൻസൂറ. ഈ മനുഷ്യന്റെ കൂമ്പാരം പോലെ, കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഈ നന്മകളെ മുഴുവനും അല്ലാഹു തആല വിതറപ്പെട്ട ധൂളികളെ പോലെ നിഷ്ഫലമാക്കി കളയുന്നു. ധൂളികൾ എന്ന് പറഞ്ഞാൽ എന്താ? വെയിലുള്ള ഒരു ദ്വാരത്തിന്റെ ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ നോക്കിയാൽ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണും. അതിങ്ങനെ പിടിക്കാൻ ചെന്നാൽ സാധനം കിട്ടൂല, അടുത്ത് ചെന്നാൽ കാണാനും കഴിയൂല. ഇതുപോലെ അനുഭവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇയാളുടെ പർവ്വതം പോലെ കുന്നുകൂടി നിൽക്കുന്ന നന്മകളെ മുഴുവനും അല്ലാഹു തആല നിഷ്ഫലമാക്കി കളയുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഈ മനുഷ്യൻ എന്ത് തെറ്റിന്റെ പേരിലാണ് ഇങ്ങനെ നന്മകളെ മുഴുവനും ഇല്ലാതെയാക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ആ മനുഷ്യന്റെ സ്വകാര്യ ജീവിതം മോശമായിരുന്നു, രഹസ്യ ജീവിതം മോശമായിരുന്നു.
അതുകൊണ്ട് തന്നെ അയാൾ ചെയ്ത അമലുകളുടെ ഫലങ്ങളും പ്രതിഫലങ്ങളും ആ മനുഷ്യന് അനുഭവിക്കാൻ കഴിയുകയില്ല. വളരെയേറെ ഭയപ്പെടേണ്ട ഒരു വിഷയമാണിത്. പൊതുവെ പ്രത്യക്ഷത്തിൽ നമ്മുടെ പരസ്യം മാത്രം നന്നായാൽ പോരാ, രഹസ്യം നന്നാകണം, സ്വകാര്യ ജീവിതം നന്നാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല ജീവിതം നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, അൽഹംദുലില്ലാഹ്, നമുക്കിത്തരത്തിൽ ഒരുമിച്ച് കൂടാനും ഒത്തുകൂടാനൊക്കെ അവസരം ഒരുക്കിയ, അതിനും വേണ്ടി അധ്വാനിച്ച, അതിനും വേണ്ടി ചർച്ചകൾ ചെയ്ത, അഭിപ്രായങ്ങൾ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മാന്യ സഹോദരങ്ങളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അവറാൻകുട്ടി ഹാജി, അതുപോലെ തന്നെ ബഷീർ മാസ്, ഖൽഫാൻ. നാട്ടിലില്ലാത്ത സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും ഒന്ന് കൂടണം എന്നത്. ഒരു മാസത്തെ കുറഞ്ഞ ദിവസത്തെ ലീവിനും വേണ്ടി വന്നതാണ്. ആ തിരക്കിനിടയിലും അൽഹംദുലില്ലാഹ് നമ്മളുമായി ഒത്തുകൂടാനും നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ഇവിടെ എത്തി. അതുപോലെ തന്നെ നമ്മുടെ നൗഷാദ് ഹാജി അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. പേര് പറഞ്ഞാൽ ചില ആളുകളുടെ പേര് വിട്ടുപോകും എന്ന ഭയം കൊണ്ട് പറയാതിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും വലിയ ഖൈർ നൽകുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു ഈമാനികമായ സൗഹൃദ ബന്ധം എന്നും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ ഇതുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നത്, നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ നമുക്കൊരു മയ്യിത്ത് നിസ്കാരം കിട്ടും, നമുക്കൊരു ദുആ കിട്ടും. അത് തികച്ചും ആത്മാർത്ഥമായിരിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അദൃശ്യതയിൽ ഉള്ള ദുആ, സ്ഥലത്തില്ലാത്ത ആൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ദുആ, അതിന് പ്രത്യേക ഇജാബത്തുണ്ട് എന്നതാണ്. എല്ലാവർക്കും വേണ്ടി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പ്രത്യേകം പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.